ചാത്തമംഗലം പഞ്ചായത്ത് ഭരണസമിതി സാരഥി MK നദീറാണ് ഇപ്പം എൻ്റെ കൂടെയുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് കൊടുത്തിരുന്ന വലിയൊരു വാഗ്ദാനമായിരുന്നു NCPC കുടിവെള്ളം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുമെന്നുള്ളത്. അപ്പോൾ ഭരണം ഏറ്റെടുത്ത് ഏകദേശം ഒരു മാസം ആവാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? NCPC കുടിവെള്ള പദ്ധതി നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന് ഭരണസമിതി അധികാരത്തിലേറി ആദ്യത്തെ ഭരണസമിതി തന്നെ നമ്മളൊരു അജണ്ട വെച്ചു. NCPC കുടിവെള്ള പദ്ധതി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം, അതുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. അതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആദ്യം തന്നെ ഗുണഭോക്താക്കളെ മീറ്റിംഗ് വിളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആദ്യം തന്നെ ഇതിൻ്റെ നിലവിലുള്ള സെക്രട്ടറിയും പ്രസിഡൻറ്റിനെയും വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം നമുക്കിത് തുറന്നു കൊടുക്കണം. അപ്പം പണ്ടത്തെ കുടിശ്ശിക ഒഴിവാക്കിക്കൊണ്ട് കഴിഞ്ഞ ഭരണസമിതിയുള്ള സമയത്ത് തന്നെ 10 ലക്ഷം രൂപ ആയി കുറച്ച് കൊടുത്തുകൊണ്ട് അതിൽ 2 ലക്ഷം രൂപ വരെ അടയ്ക്കുകയും 8 ലക്ഷം രൂപ ബാക്കിയുണ്ടെന്ന് പറയും. അങ്ങനെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചർച്ച നടത്തിയപ്പോൾ തന്നെ നമ്മൾ വേറൊരു ഡേറ്റ് കണ്ടു. ഗുണഭോക്താക്കളെ മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മൾ പാഴൂർ 300 മദ്രസയിലേക്ക് മീറ്റിംഗ് വിളിച്ചു ഗുണഭോക്താക്കളെ. അവിടെ എത്തി നമ്മൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പം നമുക്ക് മനസ്സിലായി ഇത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ലീക്കും പൊട്ടുകളൊക്കെ ഉണ്ടാവും. എന്നാലും അതൊക്കെ തീർത്തുകൊണ്ട് ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു. ഫെബ്രുവരി 1 എന്നൊരു ദിവസമുണ്ടെങ്കിൽ കഴിയുന്ന ആൾക്കാർക്ക് വെള്ളം തുറന്നു തരും എന്നുള്ളത്. ആ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. തുറന്നു നോക്കുന്ന സമയത്ത് പല സ്ഥലത്തും പൊട്ടും ലീക്കും ഒക്കെയാണ്. അതൊക്കെ മാറ്റി മാറ്റി പോരുകയാണ്. ഇപ്പം കുറച്ച് ഗുണഭോക്താക്കൾക്ക് ഏതെങ്കിലും ഞങ്ങൾ ഒന്നാമതി തന്നെ വെള്ളം തുറന്നു കൊടുക്കാൻ സാധിച്ചു. അതിൽ സർവശക്തനെ സ്തുതിക്കുകയാണ്, അൽഹംദുലില്ലാ. ഇനി ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. പല സ്ഥലത്തും പൊട്ടുകളുമാണ്. വാൽവുകൾ വെക്കേണ്ടതായിട്ടുണ്ട്, മെയിൻ പൈപ്പ് മാറ്റേണ്ടതായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ മാളികത്തറ കോളനി വരെ, അതായത് ഉന്നതി വരെ നമുക്ക് വെള്ളം കൊടുക്കാൻ സാധിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് ഇനി റോഡ് പണി നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പൈപ്പിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് റോഡ് നന്നാക്കിയ ഭാഗത്ത് GI പൈപ്പിട്ട് വെള്ളം കൊടുക്കാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പം ഈ അടിപറമ്പ് ഭാഗത്തുള്ള ആൾക്കാർക്ക് വെള്ളം കിട്ടിയിട്ടില്ല, അവർ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനും നമ്മൾ പരിഹാരം കാണുന്നുണ്ട്. ആ ഭാഗത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് എത്തിയാൽ അത് നന്നാക്കി ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ വിചാരിച്ച വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയിലൊക്കെ നമ്മൾ വെള്ളം കൊടുത്തു കഴിയും. ബാക്കിയുള്ള വലിയ പണിയുള്ളതാണ് ഈ GI പൈപ്പ് മുകളിലേക്ക് ഇടില്ലാക്കുന്നതിന് ഫണ്ട് നേരത്തുള്ള ഭരണസമിതി 25 ലക്ഷം രൂപ വരകയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ടെൻഡർ ആകണേ ഉള്ളൂ. അപ്പോൾ അത് ടെൻഡർ ആയതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ട് നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഇനി NCPCക്ക് ഈ കുടിവെള്ള പദ്ധതി ഇനിയും ചാലു ആവാൻ എത്രയൊക്കെ പൈസ വേണം അതൊക്കെ ഞങ്ങൾ വകയിരുത്തി. ഞങ്ങൾ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇനി കുടിവെള്ളം ഇല്ലാത്തൊരു ഏരിയ ഉണ്ടാവരുത് എന്നാണ് ഞങ്ങൾ പുതിയ ബജറ്റിലും പുതിയ വർക്കിംഗ് ഗ്രൂപ്പ് യോഗ ആയിരുന്നു അതിലൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ കുടിവെള്ള പദ്ധതിയും പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. ലൈന് എക്സ്റ്റൻഷൻ വേണ്ടതും മോട്ടോർ നന്നാക്കേണ്ടതും ഇതൊക്കെ ആലോചിച്ചിട്ട് എല്ലാ ഭാഗത്തും ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചാത്തമംഗലം പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയാനുള്ളത്. NCPC കുടിവെള്ള പദ്ധതി നമുക്കറിയുന്ന പോലെ തന്നെ ഒരുപാട് നാളുകൾ അതിൻ്റെ പിന്നാലെ ആളുകൾ കൂടി ഒരു പ്രശ്നസങ്കീർണമായൊരു സംഗതിയായിട്ടാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ കുറച്ചാൾക്കെങ്കിലും വെള്ളം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. ഇപ്പോഴും നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഉടനെ തന്നെ ബാക്കിയുള്ളവർക്കും എത്തിച്ചു കൊടുക്കും. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് വളരെ ഒരു പുഷ്പം പോലെ നിങ്ങൾക്കിത് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് അത് ഇടപെടുകയായിരുന്നെങ്കിൽ നേരത്തെ തീർക്കാനുള്ളതേ ഉള്ളായിരുന്നു. കാരണം അതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ കുടിവെള്ള പദ്ധതിക്ക് ഫണ്ട് ഇഷ്ടം പോലെ നമുക്ക് CFC ഫണ്ട് വരുന്നുണ്ട്. അതിൽ നിന്ന് വകയിരുത്തി കൊടുക്കാൻ കഴിയുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഈ പ്രതിസന്ധികൾ കുടിശ്ശിക കാര്യങ്ങളൊന്നും നമുക്ക് ബജറ്റ് നമ്മളെ നമ്മളെ എന്താ പറയുക ലോൺ ഫണ്ടൊന്നും എടുത്ത് അടയ്ക്കാൻ പറ്റില്ല. മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വകയിരുത്തുകയും ചെയ്യാം. ഞങ്ങൾക്കിതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കത്തിങ്ങനെ വരും, കുടിശ്ശിക അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരിട്ട് വാട്ടർ അതോറിറ്റി പോയി സംസാരിച്ചു. അവർ പറഞ്ഞു നിങ്ങളെ വെള്ളം ഞങ്ങൾ ഒരിക്കലും ബ്ലോക്ക് ആക്കിയിട്ടില്ല, വെള്ളം തരുന്നതിന് പ്രയാസമില്ല, നിങ്ങൾ ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് വെള്ളം തരാത്തതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കുറച്ച് സ്ഥലത്തൊക്കെ പൊട്ടും ലീക്കൊക്കെ ഉണ്ട്, അത് മാറ്റിയിട്ട് ഞങ്ങൾ വിവരം അറിയിച്ചു. അവർ വെള്ളം അടിച്ചു തന്നു. അത്രേ ഞങ്ങൾക്കൊരു അതിനായിട്ടൊരു എഫേർട്ട് ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് എഫേർട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ ഈ പൊട്ടിപ്പോയ പൈപ്പുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഞങ്ങൾ റിസ്ക് എടുത്ത് നന്നാക്കിയിട്ടുണ്ട്. അത്രേ എനിക്കായിട്ട് തോന്നിയിട്ടില്ല. ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കേസായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. NCPC പോലെ തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന മറ്റൊരു സംഗതിയാണ് ജൽജീവൻ മിഷൻ്റെ വെള്ളത്തിനേക്കാൾ ഉപരി നാട്ടുകാരെ സംബന്ധിച്ച് പ്രയാസം അവർ കീറിയിട്ട റോഡുകളാണ്. അതിൻ്റെ പരിഹാരം എങ്ങനെയാണ്? ഇതേപോലെ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്? അത് ജലജീവൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വേറൊരു അവർ കീറിയിട്ടതാണ്. അത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ
റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം അത് ഒരുപാട് കീറിയിട്ട് പഞ്ചായത്ത് നിലവിൽ ഫണ്ട് വെച്ച തുക കൊണ്ട് അവർ കീറിയതും കൂടി മുഴുവനാക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്കൊരു ഉത്തരവ് വന്നിട്ടുണ്ട്, പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഫണ്ട് വകയിരുത്തി അത് ചെയ്യണമെന്നും അത് ചെയ്തു കഴിഞ്ഞാൽ അവർ 2-3 മാസം കൊണ്ട് നമ്മൾ ചിലവാക്കിയ പൈസ അവർ റീകൂപ്പ് ചെയ്ത് തരുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ നമ്മൾ വെച്ച ഫണ്ടുകൾ, അപ്പം നമ്മളിപ്പോൾ ഒരു 3 ലക്ഷം റുപ്യ ഒരു റോഡിന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പൊളിച്ച ഭാഗം കൂടി നന്നാക്കുന്ന സമയത്ത് നമ്മൾ 100 മീറ്റർ ചെയ്യാൻ വിചാരിച്ചെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് 80 മീറ്ററായി മാറും നമ്മൾ വെച്ച ഫണ്ട്. ആ രീതിയിൽ ചെയ്യാൻ ഞങ്ങൾ ഫണ്ട് വെച്ചതിന് ഞങ്ങൾ നോക്കുന്നുണ്ട്. ജലജീവൻ്റെ ഒരു മിഡ്ലാൻഡുകാർ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ താത്തൂർ റോഡ് പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പം 6-ാം വാർഡിൽ റോഡ് പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ അവരെ വിളിച്ചോ മാക്സിമം അവരെന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും അവരും കൂടി ചെയ്തിട്ടതും വലിയൊരു പ്രയാസമല്ലാതെ അതും തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. Invest your sleep on right mattress. Forwish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.